കുറഞ്ഞ വാറ്റും തൂഫാൻ വാരിയർമാരും. സ്വാഗതം വക്രദൃഷ്ടിയിലേക്ക്. നിയമസഭയിൽ ധനബിൽ പാസാക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ നിറഞ്ഞ് പതഞ്ഞൊഴുങ്ങിയത് മദ്യമായിരുന്നല്ലോ. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ബില്ലിൽ മദ്യം ഒളിച്ചു കടത്തി എന്നാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം. രഹസ്യമായി കടത്തിയതല്ല, ബജറ്റിലൂടെ പകൽ വെളിച്ചത്തിലാണ് കടത്തിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശനും. മാത്രമല്ല, ഇത് നേരത്തെ കടത്താൻ ശ്രമിച്ചതാണെന്നും മുഖ്യൻ്റെ ആരോപണം. ലഹരിക്കെതിരെ തൂഫാനുമായി ഇറങ്ങിയ ആഭ്യന്തരമന്ത്രിക്ക് ഈ കടത്തിനെക്കുറിച്ച് ഒന്നും പറയാനില്ലേ? എക്സൈസുകാരെയും കൂട്ടി വലിയൊരു ദൗത്യമായി രമേശൻ നായർ വനത്തിലേക്ക് പോയിരിക്കുക. എന്തിനാ? സന്യസിക്കാനാ? അല്ല, വളരെ നാളായി ആർക്കും പിടികൊടുക്കാതെ ചാരായം മാറ്റുന്ന സുശീലിനെ പിടിക്കാൻ. ഇന്നവനെ പിടിക്കും, ഉറപ്പാ. ഇതുപോലെ സുപ്രധാനമായൊരു കാര്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഒളിച്ചു കടത്തൽ മാതിരി വരുന്നുണ്ട് എന്നുള്ളത് നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, ഈ ഫിനാൻസ് ബില്ലിലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യം ഒളിച്ചാണ് കടത്തിയത്. ബജറ്റിൽ വരുന്ന നികുതി നിർദ്ദേശങ്ങൾ, നികുതി ഇളവുകളും നികുതി നിർദ്ദേശങ്ങളും ഫിനാൻസ് ബില്ലിൽ വരും എന്നറിയാത്ത ഒരാളാണോ 10 വർഷം കേരളം ഭരിച്ചത്? എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്നിട്ട് ഒളിച്ചു കടത്തിയെന്ന് ഈ ഫിനാൻസ് ബില്ലിൽ ഈ വിഷയം ഒളിച്ച്. സർ, ഈ കാര്യത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വളരെ കടുംപിടുത്തത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനോട് ഒരു തരത്തിലും യോജിച്ചു പോകാൻ ഞങ്ങൾക്കാവില്ല. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം വിശദീകരിക്കുന്ന കുറിപ്പ് ആരുടെയാണ്? എം ഇ ഗോവിന്ദന്റെ കുറിപ്പ്. സബ്ജക്ട് കമ്മിറ്റിക്ക് അയച്ച കുറിപ്പ് ഞാൻ വായിക്കാം. ഉദയഭാനു കമ്മീഷൻ വീര്യം കൂടിയ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. ഇതോടൊപ്പം തന്നെ 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് കരുതുന്നു. കശുവണ്ടിയിൽ നിന്നോ കപ്പയിൽ നിന്നോ ചില്ലറ വാറ്റിന് മാത്രമേ മുമ്പ് പരിപാടി ഉണ്ടായിരുന്നുള്ളൂ എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നു. എന്നിട്ട് വാറ്റിയതുമില്ല. ആരാണ് ആദ്യം വാറ്റിന് കളമൊരുക്കിയതെന്നും ഇപ്പോൾ രഹസ്യ വാറ്റിന് തയ്യാറെടുക്കുന്നത് ആരെന്നുമുള്ള തർക്കമായിരുന്നു പിന്നീട് സഭയിൽ നുരഞ്ഞ് പതഞ്ഞ് ഒഴുകിയത്. LDF സർക്കാരിൻ്റെ കാലത്ത് ഓട്ടി വൈൻ ഇവിടെ വ്യാപിപ്പിക്കുന്നതിനുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്. നമ്മുടെ സഹകരണ മേഖലക്കും നമ്മുടെ ചെറുകിട വ്യാപാരികൾക്കും ചെറുകിട വ്യവസായ മേഖലക്കും ഉപകാരപ്രദമായ ഒരു കാര്യമാണ്. ഏറ്റവും പ്രധാനം കർഷകർക്ക് ഉപകാരപ്രദമായി വരുന്നു എന്നുള്ളതാണ്. സമൂഹത്തിന് എന്തെങ്കിലും നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാവം സാമൂഹ്യ പ്രവർത്തകൻ. ഹോർട്ടി, ഈ കർഷകരുണ്ടാക്കുന്ന ഹോർട്ടി വൈൻ ഉണ്ടാക്കാൻ ബക്കാടി കമ്പനിയായിട്ട് എന്തിനാ ചർച്ച നടത്തണം? ബക്കാടി കമ്പനി കർഷകരാണ്, ചുമ്മാ പറയുന്നതാണ്. എന്റെ ദൈവമേ, എന്നെ കാലം തീറ്റിക്കുകയാണല്ലോ ഇത്. സാധാരണഗതിയിൽ ഇത്തരം ഒരു ഫിനാൻസ് ബില്ല് വന്നാൽ സബ്ജക്ട് കമ്മിറ്റിക്ക് പോകേണ്ടതാണ്. സബ്ജക്ട് കമ്മിറ്റിക്ക് പോകുന്നേ ഇല്ല, ഇവിടെയാണ് ചർച്ച. സാർ, ഇത് വളരെ ഉദ്ധൃതിയിൽ ധൃതി പിടിച്ചിട്ട് കൊണ്ടുവന്ന ഒരു ബില്ലാണ്. സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കുന്നത് വേവ് ചെയ്ത് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കാതെ ഈ ഫെബ്രുവരി 24 ഈ സഭ പാസാക്കിയ ഫിനാൻസ് ബില്ലാണ്. അത് പാസാക്കിയ ആള് വന്നിട്ടാണ് ഇത് വേവ് ചെയ്യാൻ പാടില്ല, സബ്ജക്ട് കമ്മിറ്റിക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നത്. സാർ, എന്താണ് സാർ ഈ സഭയിൽ നടക്കുന്നത്? എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? വീര്യം കുറഞ്ഞ വാറ്റ് വേണ്ടെന്ന കരക്കാരുടെ ആവശ്യത്തിന് മുന്നിൽ മുഖ്യൻ വഴങ്ങിയില്ല. എല്ലാ ഒത്താശയും അടങ്ങുന്ന ബിൽ നിയമസഭയിൽ പിടിവാശിയോടെ തന്നെ അദ്ദേഹം പാസാക്കി. വേണ്ടപ്പെട്ടവരോടും നാട്ടുകാരോടും ചർച്ച ചെയ്ത് നടത്താവുന്ന ഒന്നല്ലല്ലോ ഈ പരിപാടി. വീര്യം കൂടിയതായാലും കുറഞ്ഞതായാലും സംഭവം രഹസ്യമായിരിക്കണം. അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവരാരുമില്ല. അതുകൊണ്ട് ഏകകണ്ഠമായി അംഗീകരിക്കുന്നു. മുമ്പോട്ട് വെച്ച കാർ പുറകോട്ടെടുക്കുന്നവനല്ല ഈ സാഗർ കോട്ടപ്പുറം. സ്വന്തം പാർട്ടിയിൽ നിന്ന്, മുന്നണിയിൽ നിന്ന് ശക്തമായ എതിർപ്പാണ്. പക്ഷേ അതൊന്നും വകവെക്കില്ല എന്ന നിലപാടാണ് മുഖ്യമന്ത്രി സ്വീകരിച്ചത്. എസ് ബോസ് കൾച്ചർ അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ടാ അതാ പറഞ്ഞത്. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലവി. ഞാനാണിവിടെ അധികാരി, എല്ലാവർക്കും മേലവി. ഞങ്ങളുടെ പാർട്ടിയിൽ ഏകഛത്രപതികളില്ല. ഞങ്ങളുടെ പാർട്ടിയിൽ അങ്ങനെ ഏകാധിപത്യമോ ഏകാഛത്രപതികളോ ഇല്ല. അല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇതാണ് ഇതിന്റെ പാരമ്പര്യവും. നമ്മളെല്ലാം അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. ഞങ്ങളെല്ലാം അങ്ങനെ ഏകഛത്രപതിയിൽ ഇത് നടക്കില്ലല്ലോ. മദ്യനയത്തിന്റെ ഭാഗമായിട്ട് തീരുമാനിക്കുമ്പോൾ വീര്യം കുറഞ്ഞ മദ്യം വേണ്ട എന്ന് തീരുമാനിച്ചാൽ ഇല്ല. ഒരു പോളിസി ഡിസിഷൻസ് ഏതായാലും സംസ്ഥാനത്തെ ബാധിക്കുന്ന ഗവൺമെന്റ് തീരുമാനങ്ങളിലെ നയപരമായ തീരുമാനങ്ങളിൽ പാർട്ടിക്കകത്തും ചർച്ചയുണ്ടാവും. കേരളവും കൂടി ചർച്ച ചെയ്യട്ടെ.
എന്തിനാ UDF മാത്രം ചർച്ച ചെയ്തത്? കേരളം കൂടി ചർച്ച ചെയ്തിട്ട് ഇനി വേണം എന്ന് തീരുമാനിച്ചാൽ അപ്പോൾ ടാക്സസ് ഡിപ്പാർട്ട്മെന്റ് ഈടാക്കുന്ന ടാക്സ് ഇതായിരിക്കും. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഏകഛത്രാധിപതികൾ പാർട്ടിയിൽ ഉണ്ടോ ഇല്ലയോ എന്ന് നാട്ടുകാരുടെ മുന്നിൽ തെളിയിക്കേണ്ടത് പാർട്ടിക്കാർ തന്നെ. പാർട്ടി ഓഫീസിലെ നെഹ്റുവിൻ്റെ ഫോട്ടോ ചൂണ്ടിക്കാട്ടിയിട്ടോ പാർട്ടിയുടെ പാരമ്പര്യം പറഞ്ഞിട്ടോ കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, ജവഹർലാൽ നെഹ്റുവിനോട് വാട്ട് അബൌട്ട് ആനന്ദ ഭവൻ എന്ന് ചോദിച്ച ഒരു പാർട്ടിയാണിത്. മഹാത്മാഗാന്ധിയുടെ AICC പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കെതിരെ AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് അദ്ദേഹത്തെ പരാജയപ്പെടുത്തി AICC പ്രസിഡന്റ് ആക്കിയ ഒരു പ്രസ്ഥാനം പിന്നെ ഞങ്ങളുടെ പാർട്ടി അപ്പോൾ പിന്നെ എസ് ബോസ് കൾച്ചർ അല്ലല്ലോ ഞങ്ങൾക്കുള്ളത്. അല്ല, ഇത് ഗാന്ധി തന്നെയാണോ? പിന്നെ തൊപ്പി വെച്ച ഗാന്ധി അല്ലാതാവോ? ഈ അറിവില്ലാത്തവരോട് പൊറുക്കണേ ബാപ്പുജി. UDFന്റെ തീരുമാനത്തിന്റെ ഭാഗമായി ഇത് വിൽക്കണ്ട എന്ന് തീരുമാനിച്ചാൽ KSBC സാധനം വാങ്ങൂല, ഇത് കൊടുക്കൂല, തീർന്നില്ല, ഇത്രയേ ഉള്ളൂ. അല്ലാതെ നിയമപരമായി ബാധ്യത വരും, അതുവരെ ഒന്നുമില്ല. വിൽക്കണ്ടാന്ന് തീരുമാനിച്ച വിൽക്കാം. നാളെ KSBC തീരുമാനിക്കുകയാണ്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് തീരുമാനിക്കുകയാണ് ബിയർ വിൽക്കണ്ട കേരളത്തിൽ, അല്ലെങ്കിൽ വൈൻ വിൽക്കണ്ട കേരളത്തിൽ. വൈൻ വിൽക്കില്ല, പറ്റില്ല. വീട്ടിലാളുകൾ വൈൻ ഉണ്ടാക്കി വിൽക്കും. അപ്പോ അത്രയേ ഉള്ളൂ. കുറച്ച് പാറ്റയുടെയും കൂടെ കുറവുണ്ട്. അത് നീ എന്റെ കഞ്ഞിൽ ഇട്ടോണ്ടിരിക്കല്ലേ? പാർട്ടിയിലെ മദ്യവിരുദ്ധ സമിതിക്കാർക്കും അവരുടെ ഗാന്ധിയൻ നേതൃത്വത്തിനും തലക്കിട്ട് കൊട്ടി മുഖ്യൻ. അവരും കൂടി ആഗ്രഹിച്ചിട്ടാണ് ആ കസേരയിൽ എത്തിയത് എന്നതൊക്കെ മുഖ്യൻ ഒരു നിമിഷം മറന്നു. ജീവിതകാലം മുഴുവൻ മദ്യത്തിനെതിരെ നടത്തിയ യുദ്ധം മുഖ്യന് സർക്കാരിൻ്റെ ശോഭ കെടുത്താനുള്ള ഏടാകൂടങ്ങളാണത്രേ. ഇത് വളരെ ലളിതമായ ഒരു വിഷയമാണ്. ഇത് ഊതിപ്പെരിപ്പിച്ച് ഇത് മുഴുവൻ ചെയ്ത ആളുകൾ ഈ ഗവൺമെന്റിന്റെയും ഈ ബജറ്റിന്റെയും ഗ്രേസ് കളയാൻ വേണ്ടി പിന്നെ കുറെ ആളുകൾ കൂടി എന്റെ കൂടെ കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. അത് സാരമില്ല. ആരാണ് ഈ വേറെ ചിലർ? അതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. പ്രതിപക്ഷം ഉന്നയിച്ച ആശങ്ക അംഗീകരിച്ച ഒരാള് നേരത്തെ KPCC പ്രസിഡന്റായിരുന്ന ശ്രീ VM സുധീരനാണ്. പലരും എന്നെ വിളിക്കുന്നത് VM ഒന്ന് ഇടപെടണം ഈ കാര്യത്തിൽ. അപ്പം ഞാൻ എൻ്റെ ഉത്തരവാദിത്വം അറിഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ആദ്യമേ തന്നെ പാളിച്ച പറ്റിയാൽ അത് തിരുത്തുക, ആ തിരുത്തി മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അധികം സ്മാർട്ട് ആകരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യരുത്, മനസ്സിലായോ? അച്ഛനെ കൊല്ലുന്ന മക്കൾ, മക്കളെ കൊല്ലുന്ന അച്ഛൻ, അമ്മയെ കൊല്ലുന്ന മകൻ, എത്രയോ ക്രിമിനൽ കുറ്റങ്ങൾ വ്യാപകമായതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ലഹരി വ്യാപനമാണ്, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വ്യാപനമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് കൂടിക്കോട്ടെ, അത് എപ്പോഴും ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. അതിലൊന്നും വഴങ്ങുന്ന സർക്കാരല്ല ഇത്. സന്തോഷായി, നല്ല സന്തോഷായി. മുൻ UDF സർക്കാരിൻ്റെ ശോഭ കെടുത്തിയതും ഈ മദ്യത്തർക്കം തന്നെയായിരുന്നു. വാറ്റുചാരായത്തെ കെട്ടുകെട്ടിച്ച AK ആന്റണി പോലും പരാജയപ്പെട്ടിട്ടേയുള്ളൂ. ബാറുകളെല്ലാം വാശിക്ക് പൂട്ടിയ ഉമ്മൻചാണ്ടി സർക്കാർ ബാർക്കോഴ ആരോപണത്തിൽ കുടുങ്ങി. മദ്യത്തിൽ തൊട്ടുള്ള ഈ കളി UDFന് എല്ലാ കാലത്തും പൊല്ലാപ്പായിട്ടേ ഉള്ളൂ, മറക്കണ്ട. സന്ദർഭവശാൽ ആ പഴയ കാര്യമൊക്കെ ഓർത്തെന്നേ ഉള്ളൂ. ഏതായാലും എത്രയും വേഗത്തിൽ തന്നെ സമ്പൂർണ്ണ മദ്യ നിരോധനത്തിലേക്ക് പോകാൻ കേരളത്തിന് സാധിക്കട്ടെ. അതിനുള്ള ഈ അന്തരീക്ഷം അതിലേക്ക് നമ്മളെ എത്തിക്കും എന്ന പൂർണ്ണമായ വിശ്വാസമാണ് എനിക്കുള്ളത്. KPCC പ്രസിഡന്റ് പറയുന്ന അഭിപ്രായം അത് നോക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ ചില സുഹൃത്തുക്കൾ പറയുന്നതായി കേൾക്കുന്നുണ്ട്. എന്നോട് ഈ കോടതി വിധി വന്നപ്പോ എന്നോട് പ്രതിപക്ഷം എന്തല്ലേ ചോദിച്ചു, ഞങ്ങളുടെ റോഡ് കൂടി നിങ്ങൾ എടുക്കാമെന്ന് ചോദിച്ചു. KPCC പ്രസിഡന്റ് വ്യക്തിപരമായി പറയുന്ന അഭിപ്രായമല്ല, KPCCയുടെ അഭിപ്രായമാണ്. പാർട്ടിയിൽ ഇങ്ങനെയുള്ള ചില തിരുത്തൽ ശക്തികൾ എപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നല്ലതാണ്, സാധാരണമാണ്. ഞാനൊരു തുറന്ന പുസ്തകമാണ്. എൻ്റെ ഒന്നും രഹസ്യമല്ല. എന്നെ ആര് വിചാരിച്ചാലും മദ്യലോബിയുടെ ആളാക്കാൻ പറ്റില്ല. ആര് ശ്രമിച്ചാലും, ഏത് ഭാഗത്തു നിന്ന് ശ്രമിച്ചാലും. ലക്ഷ്യം എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഞാൻ അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഇന്ന് പൂട്ടിക്കിടക്കുന്ന 418 ബാറുകൾക്കും ഇന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന 312 ബാറുകൾക്കും തുടർന്ന് പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാവില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ആഹ്ലാദകരമായ അനുഭവമാണ് ഇപ്പോൾ.